ഹർ എന്ന സിനിമ റിലീസിനെത്തുന്നതിന് മുന്നേ പെണ്ണുങ്ങളെക്കുറിച്ച് പറയുന്ന കുറച്ച് സമയമാണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കൂടെ ഉർവശി ചേച്ചിയുണ്ട്, ലിജോ മോളുണ്ട്, രമ്യയുണ്ട്, പാർവതിയുണ്ട്, ഐശ്വര്യയുണ്ട്. നമ്മളെല്ലാവരും ചേർന്ന് ട്രിബ്യൂട്ട് ടു പെണ്ണുങ്ങൾ അതിലേക്കാണ് കിടക്കുന്നത്. 5 പെണ്ണുങ്ങളും ഞാനും. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് ഞാനിതിന് മുന്നേ വായിച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്ത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അഹങ്കാരം എന്നുള്ളൊരു വാക്കിനെ കുറിച്ചാണ്. ഇപ്പം ഒരു സിനിമ നടിയാവുന്ന സമയത്ത് ജാട എന്നുള്ള വാക്ക് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവാം. ഞാൻ തന്നെ പല ചർച്ചകൾക്കിടയിലും കേട്ടിട്ടുണ്ട്, ഭയങ്കര ജാടയാണ് അവർ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു സിനിമാ നടിയെ എപ്പോഴാണ് ജാടക്കാരി എന്ന് വിളിക്കുന്നത്? ആർക്കും ഉത്തരം പറയാം. ഞാൻ എപ്പോഴും ജാടക്കാരിയാണ്. ഒരു വട്ടം ജാടയായിട്ടാ രാവിലെ ഇറങ്ങുന്നത്. അത് ചെലവാക്കാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെ ഇങ്ങനെ ചെലവാക്കിയിരിക്കും. പിന്നെ കൊണ്ടുപോയി പിറ്റേന്നത്തെ ഇത് ബാക്കിയാവത്തില്ലേ, ഇന്ന് എടുത്തോണ്ട് വന്നിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി അത് ഞാൻ ഇവിടെ ചെലവാക്കും. ചുമ്മാ അതിന് സത്യം പറയുമ്പോൾ എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ചിരി വരും. സത്യമാണ്, കറക്റ്റ് അല്ലേ? അല്ല, ഇത് എന്താ പറയുക, ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്കോ കൽപ്പന ചേച്ചിക്കോ കലച്ചേച്ചിക്കോ ഒന്നും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഉള്ളിലുള്ള ജാട ഇവരെ ആരും കണ്ടുപിടിക്കുന്നില്ലോ എന്നുള്ള നൈക്ലബ്ബേ ഉള്ളൂ എനിക്ക്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ജാടക്കാരാവണ്ടേ. പക്ഷേ നമ്മുടെ പ്രൈവസിയിലേക്ക് കടന്നു വരുന്നു. നമ്മളെ ഒരുപാട് മാനസികമായിട്ടുള്ള ഹറാസ്മെന്റ് എന്ന് പറയും. നമുക്ക് ഇഷ്ടമല്ലാതെ ചിരിക്കേണ്ടി വരിക, മനസ്സിലായില്ലേ? ഒട്ടും താല്പര്യമില്ലാതെ വെറുതെ ഇങ്ങനെ നിൽക്കണമെന്ന് തോന്നിയാൽ ഇവിടെ ചിരിക്കത്തില്ല, അവിടെ ജാട എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ആ ജാടയൊക്കെ ഞാൻ ആസ്വദിക്കും. ജാടയാന്ന് വെച്ചാൽ ജാടയാന്ന് വെച്ചാൽ ഇപ്പം ചിരിക്കാൻ സൗകര്യമില്ല എനിക്ക്, അങ്ങനെ ഇരിക്കും. നമ്മൾ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴാനായിട്ട് നമ്മുടെ ദുഃഖങ്ങൾ പറയാനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നല്ലേ. അപ്പോൾ അങ്ങോട്ട് ചെന്ന് ഭഗവാനെ എൻ്റെ അമ്മയ്ക്ക് അസുഖമൊന്നും വരുന്നില്ലേ, എൻ്റെ മക്കൾക്ക് സുഖമായിട്ടിരിക്കണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഋഷി കമലഹാസൻ ഇത് നല്ല സ്വഭാവമാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുഖത്തുനിന്ന് വരുന്ന രൂക്ഷമായ ഒരു ഭാവം, അതാണ് ജാട. ചേച്ചിക്ക് പറയായിരുന്നു. അതാണ് എന്താ ഇപ്പൊ കമലഹാസൻ്റെ കൂടെ അഭിനയിക്കാത്ത ചോദിക്കാനാ ഞാൻ വന്ന ഭഗവാന്റെ അടുത്ത് ചോദിക്കാൻ. എന്താ കമലഹാസൻ ചോദിക്കാത്ത ഇവര് ശല്യം ചെയ്യുന്നതിന്റെ ഭഗവാനെ രക്ഷിക്കണേ. അങ്ങനെ ഇങ്ങനെ ചില അപൂർവ സന്ദർഭങ്ങളിൽ ജാട വരും. ഇപ്പൊ നിങ്ങൾക്കൊക്കെ എങ്ങനെ പിള്ളേരെ അവർ പറഞ്ഞുതരും. ഐശ്വര്യ കട്ട ജാട, പാർവതി പറയണ്ട, ചുരുണ്ട് കിടക്കുന്ന മുഴുവനുള്ള സൈഡിലുള്ള ചെറിയ വേവ്സ് ജാടയാണ്. ഇതിന് പിന്നെ അറിയത്തില്ല, തൊപ്പിയുടെ വിട്ടിരിക്കുക മൊത്തം ഇങ്ങനത്തെ ജാട. ായിട്ടും ഈ ചോദ്യത്തിന് ഇതിലും നല്ല ഉത്തരം സ്വപ്നങ്ങളിൽ കട്ടപ്പനയെ വന്നപ്പം നാടൻ പെണ്ണായിരുന്നു. അത് കഴിഞ്ഞ് ജയ്ഫിമി വന്നപ്പം ഒരു വേറൊരു ലുക്കായിരുന്നു. പക്ഷെ ഇപ്പം വിദേശത്ത് പോയി സെറ്റ് ഇട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൽ നല്ലൊരു ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചില്ല. ജാടയിൽ നിന്ന് അഹങ്കാരം, അതായത് ഞാൻ ഏറ്റവും ആദ്യം അഹങ്കാരമാണെന്ന് കേട്ടത്. അഹങ്കാരത്തിൽ തല്ലിയോ ജാട വരുന്നേ? അഹങ്കാരത്തിൽ നിന്നാണ് ജാട വരുന്നത്. പക്ഷെ അതല്ല, ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് നിങ്ങൾ പറഞ്ഞു. അപ്പൊ അഹങ്കാരം എന്നുള്ളത് ഞാൻ ആദ്യം കേൾക്കുന്നത്, ഞാൻ ചെറുതായിരുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് തിരിച്ച് ഉത്തരം പറഞ്ഞപ്പോഴാണ് അഹങ്കാരം പറയുന്നു എന്ന് ചോദിച്ചത്. അവിടെ നിന്ന് കേട്ട് തുടങ്ങിയത് തിരിച്ചു പറഞ്ഞത്. പക്ഷെ ഇത് ആമ്പിള്ളേര് പറയുമ്പോൾ പലപ്പോഴും ഇല്ല, പെൺകുട്ടികൾ പറയുമ്പോഴാണ് ഇത് വരാറുള്ളത്. അപ്പൊ ഈ അഹങ്കാരി എന്നുള്ള വിളി കേൾക്കാറുണ്ട് ഇഷ്ടംപോലെ. നമ്മള് സ്ത്രീക്ക് അഹങ്കാരം ഒരു തെറ്റാണോ? സ്ത്രീക്ക് അഹങ്കാരം വരാൻ പാടില്ലേ? ഇല്ല, അഹങ്കാരം ഉള്ളതുകൊണ്ട് ഞാൻ നന്നായത്. സമ്മതിക്കുകയാണ്. അതെ, ഒരാൾക്ക് അഹം എന്നുള്ള ബോധ്യം ഇല്ലെങ്കിൽ എങ്ങനെ നന്നാവാൻ കഴിയും അല്ലെ? റിഫ്ലക്ട് ചെയ്യാൻ പറ്റണ്ടേ? അഹം എന്നുള്ള ബോധം തന്നെ വിടണം. അഹങ്കാരം എന്ന് പറഞ്ഞ് നമ്മുടെ തലയിലൊരു ബാഡ് ക്വാളിറ്റി ആയിട്ട് എടുത്തിടുമ്പോൾ വിൽ തിങ്ക് സംതിങ് ഈസ് റോങ് വിത്ത് അസ്. അപ്പം നമ്മളുടെ ഉള്ളിൽ എന്തോ റോങ് ആണെന്ന് ആദ്യമേ അന്ന് പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്നാവില്ല, നമ്മൾ വളരില്ല. അപ്പം നമ്മുടെ ഒരു ചിട്ടയ്ക്ക് ഉള്ളിൽ തന്നെ കൊണ്ടുപോകാൻ കഴിയും. സോ ഇറ്റ്സ് ഒരു ബ്രെയിൻ വാഷിംഗ് ആണ് ഫ്രം എ വെരി യങ് ഏജ് ദാറ്റ് നമ്മുടെ കയ്യിൽ നിൽക്കണമെങ്കിൽ ആദ്യമേ അഹങ്കാരി എന്ന് വിളിച്ചാൽ അതൊരു ബാഡ് ക്വാളിറ്റി ആണ് എന്നുള്ളത് പറഞ്ഞ് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതാണ്. പക്ഷെ അഹം എന്നുള്ള ബോധം ഉണ്ടെങ്കിലേ, സെൽഫ് എന്നുള്ള ബോധം ഉണ്ടെങ്കിലേ നമുക്ക് സൊസൈറ്റിക്ക് ബെറ്റർ ആയിട്ടും നമ്മുടെ കുടുംബത്തിന് ബെറ്റർ ആയിട്ടും നമ്മുടെ പാർട്ട്ണറിന് ബെറ്റർ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. സോ അത് ഒരു 36 വർഷം എടുത്തു അതിലേക്ക് എത്താൻ, ആ ഒരു ബോധ്യത്തിലേക്ക് തന്നെ. അറ്റ്ലീസ്റ്റ് നൗ ഐ നോ ദാറ്റ് അഹങ്കാരം ഇസ് നോട്ട് എ ബാഡ് തിങ്. പക്ഷെ അത് സെൽഫ് ഫിഷും സെൽഫ് സെൻറ്റേർഡും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സെൽഫ് സെൻറ്റേർഡ് ആവുക എന്ന് വെച്ചാൽ തൻ്റെ കാര്യം മാത്രം നോക്കി പോവുക, മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാതെ അങ്ങനെ പോകുന്ന ആൾക്ക് അത് പ്രോബ്ലമാറ്റിക് ആണ്. പക്ഷെ അഹങ്കാരം എന്ന് പറയുന്നത് ഇസ് യുവർ റിയലൈസേഷൻ ഓഫ് സെൽഫ്. ആക്ച്വലി ബാഡ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്താ അറിയോ,
വലിയൊരു വിഭാഗം പറഞ്ഞു പഠിപ്പിക്കുന്നത് ചിലപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കൂടുതൽ ഉള്ളവർ എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കണ്ട. ഇപ്പോഴത്തെ തലമുറ വളരെ ബോൾഡാണ്. അവരെ പറഞ്ഞ എൻ്റെ മകളുടെ തലമുറ അത് വേറെ കാര്യം, അവർ വകവയ്ക്കത്തില്ല. അപ്പോൾ പിന്നെ അവർ വിചാരിച്ചുകൊണ്ട് പോട്ടെ എന്ന് പറയും. പക്ഷെ അതിന് മുമ്പുള്ള ഞങ്ങളുടെ ജനറേഷൻ വരെ ഉള്ളവർ ആരുടെ കാര്യത്തിൽ ഇടപെടാതെ ഒതുങ്ങി അവർ അങ്ങ് ജീവിക്കുക എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വിടും. വല്ലവരുടെയും കാര്യത്തിൽ എന്തിനാണ് ഈ വക്കാലത്ത് വാങ്ങി പിടിക്കുന്നത്? നമ്മുടെ നോക്കിയോ, നിന്നെ എന്തെങ്കിലും പറഞ്ഞോ, നിന്നെ അവരെന്തെങ്കിലും ഉപദ്രവിച്ചോ, അപ്പോൾ അത് വന്നാൽ റിയാക്ട് ചെയ്താൽ പോരെ. സഹജീവികളോടുള്ള എന്താ പറയുന്ന ഒരു അനുകമ്പയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുകയൊന്നും ചെയ്യരുതെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതാണ് നല്ല ക്വാളിറ്റി. അതെ, അതിലൊക്കെ നമ്മൾ പെട്ടുപോകും. പറയും പോലെ എൻ്റെ അടുത്ത് അദ്ദേഹം അങ്ങനെ ഒന്നും പെരുമാറിയിട്ടില്ല, പുള്ളി നല്ല പെരുമാറ്റമായിരുന്നു. അപ്പോൾ അവരോട് പെരുമാറിയെങ്കിൽ അവരുടെ കുഴപ്പമായിരിക്കും. ശരിയാണ്. അടുത്ത കാലത്ത് നമ്മൾ പല പരാതികളുടെയും അടിസ്ഥാനപരമായ തത്വം അതാണ്. അയ്യോ എന്നോട് പെരുമാറിയിട്ടില്ല, എനിക്ക് നല്ലതാ അത് കേട്ടോ എന്ന് പറയുന്ന ഒരു എസ്കേപ്പിസം, ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. അത് സമൂഹത്തിന് നല്ലതല്ല, എനിക്ക് നല്ലതായിരിക്കും. അല്ലേ? സെന്റർ നമ്മളായി മാറുക, ബാക്കിയൊന്നും അതാണ് അതിന്റെ അപകടം. അതാണ് സെൽഫിഷ് എന്ന് പറയുന്ന പോലെ ഒരു പരിധി വരെ വേണം. എനിക്ക് ജീവിതത്തിൽ ഒട്ടും ആവാൻ പറ്റില്ല. ഞാൻ ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് വന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളത് എനിക്കും. ഇന്നും അപ്പം മകള് പറയാം, പാർവതി പറയുന്നു ഇത് നല്ല ഡ്രസ്സാണ് ചേച്ചി, ഇത് ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ എനിക്കിത് മതി. ഒരു ഡ്രസ്സും ഞാൻ എൻ്റെ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്താൽ ഒട്ടും കൊള്ളത്തില്ല. ഡൾ കളേഴ്സും സന്യാസിയുടെ കൂട്ടുള്ള ഡ്രസ്സുകളൊക്കെ എനിക്കിഷ്ടം. അപ്പം മിനി ചേച്ചിക്ക് ഇതാ ഇഷ്ടം, കലശേച്ചി ഇതാ എടുത്തു തന്നെ. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് തന്നെ എടുത്തു വരുന്നത്. സോ അത് ഒട്ടും സെൽഫിഷ് അല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എൻ്റെ മക്കളുടെ കാര്യത്തിൽ, എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഞാൻ സെൽഫിഷാണ്. സോ അത് കുറച്ചുകൂടെ ബെറ്റർ ആണ് കമ്പാരിറ്റീവ്ലി. ഇതിലിപ്പം ചേച്ചി ഈ വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പോലും സിനിമകളിൽ എനിക്ക് പലപ്പോഴും പണ്ട് തൊട്ടുള്ള സിനിമകളിൽ തോന്നിയിട്ടുണ്ട്, സ്ത്രീ മിതത്വം പാലിക്കണമെന്ന് എല്ലാവരും കൽപ്പിക്കുന്നത് പോലെ. അതായത് സുകുമാരി ചേച്ചിയാണ് പണ്ടത്തെ എല്ലാത്തിലും ഇങ്ങനെ കാണിക്കുന്നത്, സ്ലീവ്ലെസ് ഉടുപ്പിട്ട് ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ച് ആള് വന്നു കഴിയുമ്പോൾ സ്ത്രീ ഇതാണ് പരിഷ്കാരിയെ അഹങ്കാരിയായിട്ട് കാണുകയും, എന്നിട്ട് പിന്നെയുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരു ആണിന്റെ അടി കൊണ്ടാ തീരുന്ന അഹങ്കാരമേ റിയലൈസ്. അതിനുശേഷം ആ വീട്ടമ്മ പോലെയായി സാരിയൊക്കെ ഉടുത്ത് ഒതുങ്ങി വരണ ഒരു പെണ്ണായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ സിനിമകൾ ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടില്ലേ? രമ്യ അതിന് ഉത്തരം പറയണം. ലൈക്ക് ഇങ്ങനെ ആക്കാൻ ഉള്ളതിനെ, സ്ത്രീയെ അങ്ങനെ മിതമായ രീതിയിൽ പോർട്രേ ചെയ്യാനായിട്ട് സിനിമകൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ അതാ ഞാൻ പറയും, നമ്മൾ എഴുത്തുകൾ എപ്പോഴും ഒരു ആണിൻ്റെ പെർസ്പെക്റ്റീവ് ആകുമ്പോൾ അവരുടെ ചിന്തയിലുള്ള പെണ്ണുങ്ങളും അവരുടെ ചിന്തയിലുള്ള എഴുത്തുകളും മാത്രമേ വരുള്ളൂ. അവർക്കൊരു പെണ്ണിനെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു, അവർ ഈ സമൂഹത്തിൽ പെണ്ണിനെ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ആ എഴുത്തുകളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഹർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കഥാപാത്രം, രേഷ്മ എന്ന് പറയുന്ന കഥാപാത്രമായാലും എൻ്റെ മാത്രമല്ല ഓരോ കഥാപാത്രങ്ങളും ഒരു സ്ത്രീയുടെ ബുദ്ധിയിൽ നിന്നും അവളുടെ എഴുത്തിൽ നിന്നും ലിജിൻ്റെ ഇൻപുട്ട് ഉണ്ടാവുമായിരിക്കും. എന്നാൽ കൂടി എങ്ങനെ എഴുതുന്നു എന്നുള്ളത് ഭയങ്കര വ്യത്യസ്തമാക്കുന്നു പണ്ടത്തെ സിനിമകളും ഇപ്പോഴത്തെ സിനിമകളും. അപ്പം ഈ ക്യാരക്ടർ ഭയങ്കര ഹെഡ് സ്ട്രോങ് ആണ്, അവൾ എൻ്റെ ശരി ഇതാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പണ്ടത്തെ സിനിമകളിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു സാധ്യത ഞാൻ പറയാം, ഈ കുട്ടി ആദ്യം ഭയങ്കര വില്ലനായി ഈ ഭയങ്കര അങ്ങനെ എന്നിട്ട് അവസാനം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവൾ അയ്യോ ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു, ഇതല്ല ഞാൻ ഇങ്ങനെയല്ല ഞാൻ ജീവിക്കേണ്ടിരുന്നത്, ഞാൻ മാറാൻ പോവുകയാണ്. ഇവിടെ അതല്ല, ഇവിടെ ഒരു ഹലോ ഞാനിതാണ്, വേണമെങ്കിൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നു. അത് അവിടെയാണ് ഇപ്പോൾ നമ്മുടെ എഴുത്തുകളിലും ഒരു ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്യുന്നതിലൊക്കെ ഈ ഹേർ വ്യത്യസ്തമാവുന്നു, നമ്മുടെ സിനിമകൾ മാറുന്നതും. ഇതിൽ തന്നെ ഇപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പം പുരുഷനും സ്ത്രീക്കും രണ്ട് നിയമങ്ങളാണ് ഫ്രസ്ട്രേഷൻ്റെ കാര്യത്തിലെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പം ജോലി ചെയ്ത് വരുന്നൊരു സ്ത്രീയും പുരുഷനുമാണെങ്കിലും എല്ലാം നമ്മൾ പുറത്തുനിന്ന് വരുന്നത് എല്ലാത്തിലും സ്ട്രെസ് ഉണ്ട്. തിരിച്ച് കയറി വരുമ്പോൾ രണ്ടുപേരും ഒരു പ്രഷർ കുക്കർ പോലെ ആയിരിക്കാം വരുന്നത്. പക്ഷേ ഒരു സ്ത്രീ വന്നിട്ട് പിന്നെ വുമൻ ഷോസ് ദാറ്റ് ആ ഫ്രസ്ട്രേഷൻ വന്നു കഴിയുമ്പോൾ ദർ ഇസ് അഹങ്കാരം, ദർ ഇസ് പ്രശ്നങ്ങൾ. പക്ഷെ മാൻ സേസ് ഇറ്റ്, അത് ഡിഫറെൻ്റ് ആണ്. സ്ത്രീക്കും പുരുഷനും രണ്ട് നിയമങ്ങളാണ്. ഹാവ് യു എവർ ഫെൽറ്റ് ഇറ്റ് ഐശ്വര്യ? ലൈക്ക് രണ്ട് റൂൾസ് ആണ് ഇൻ ദി സൊസൈറ്റി ഫോർ മെൻ ആൻഡ് വിമൻ. Of course, women, nada previous interview lo sonna madri, the way we sit, the way we behave, the way we talk. ஒரு பொண்ணு மாதிரி பேசு, ஒரு பொண்ணு மாதிரி ட்ரெஸ் பண்ணிக்கோ, ஒரு பொண்ணு மாதிரி நட, ஒரு பொண்ணு மாதிரி பிஹேவ் பண்ணு, ஒரு பொண்ணு மாதிரி சாப்பிடு. You don't have freedom, even while doing anything. Everything has a comparison. ஒரு பொண்ணு மாதிரி சாப்பிடு, என்ன கையில இப்படிதானடா சாப்பிடுற, you do all this. அது நம்ம ஹியூமன் நேச்சர். நான்லாம் நல்லா வலிக்கி தட்ட வலிக்கி என்னது ஒரு பொண்ணு மாதிரி பிஹேவ் பண்ணு, பொண்ணு பையன் ஐ டோன்ட் நோ, everything has that comparison in every thing we do. எல்லா விஷயத்துலயும் இருக்கு. ஸோ நம்ம எப்பவுமே சொல்லலைல்ல, ஒரு பையன் மாதிரி ட்ரெஸ் பண்ணிக்கோ,
ஒரு பையன் மாதிரி நட, ஒரு பையன் மாதிரி இல்ல பையன் மாதிரி எது பண்ணாലും അത് പയ്യൻ മാതിരി അത് അത് ഒരു ആണിനെ പോലെ എന്ന് പറയുമ്പോ തന്നെ അത് ഭയങ്കര സംഭവമായിട്ട് പെണ്ണിനെ പോലെയും പ്രശ്നമാണ്